ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജനുവരി 2 വിശുദ്ധ ബേസിൽ. AD 330 വിശുദ്ധ ബേസിൽ ജനിച്ചത്. വിശുദ്ധൻ്റെ കുടുംബത്തിലെ 4 മക്കളിൽ മൂത്തയാളായിരുന്നു വിശുദ്ധ ബേസിൽ. പൗരസ്ത്യ ആശ്രമ ജീവിത സമ്പ്രദായത്തിൻ്റെ പിതാവ് വിശുദ്ധ ബേസിലാണ്. ഒരു മെത്രാനെന്ന നിലയിൽ നാസ്തികവാദത്തിനെതിരെ പോരാടി കത്തോലിക്ക വിശ്വാസത്തെ സംരക്ഷിച്ച ധീരയോദ്ധാവായിരുന്നു വിശുദ്ധ ബേസിൽ. AD 372 വലൈൻസ് ചക്രവർത്തി നാസ്തികവാദത്തെ ഔദ്യോഗിക മതമാക്കി അവതരിപ്പിക്കുവാനായി ബൈസന്റിയൻ ചക്രവർത്തിയുടെ വിശ്വസ്തനെ മെത്രാന്റെ അടുക്കലേക്ക് അയച്ചു. ചക്രവർത്തിയുടെ വിശ്വസ്തൻ അദ്ദേഹത്തെ ശാസിക്കുകയും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്നും നാടുകടത്തുമെന്നും രക്തസാക്ഷിയാക്കുമെന്നും വധിക്കുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തി. ചക്രവർത്തിയുടെ ഈ ഭീഷണികൾക്കൊന്നും അദ്ദേഹത്തെ തടയുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: നിങ്ങൾ പറഞ്ഞതൊന്നും എന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങളുടെ കൈവശം ഒന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഒന്നും കൊള്ളയടിക്കാൻ കഴിയുകയുമില്ല. നാടുകടത്തുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിൻ്റെ ഭൂമിയിൽ എവിടെയിരുന്നാലും ഞാൻ എൻ്റെ ഭവനത്തിലാണ്. പീഡനങ്ങൾക്ക് എന്നെ തകർക്കുവാൻ കഴിയില്ല. കാരണം എനിക്ക് ശരീരമില്ല. എന്നെ വധിക്കുകയാണെങ്കിൽ ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം എനിക്ക് ദൈവത്തെ എത്രയും പെട്ടെന്ന് കാണുവാൻ സാധിക്കും. വിശുദ്ധൻ്റെ ഈ മറുപടിയിൽ ആശ്ചര്യം പൂണ്ട മുഖ്യൻ ഇപ്രകാരം പറഞ്ഞു: ഇതുവരെ ആരും എന്നോട് ഇത്രയും ധൈര്യമായി സംസാരിച്ചിട്ടില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുൻപൊരു മെത്രാനെ കണ്ടിട്ടുണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ബേസിൽ മറുപടി കൊടുത്തത്. ചക്രവർത്തിയുടെ അടുത്ത് തിരികെ എത്തിയ വ്യക്തി ചക്രവർത്തിയോട് ഉണർത്തിച്ചു: സഭാനായകന്റെ അടുത്ത് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഭീഷണികൾക്ക് മേൽ ശക്തനും വാക്കുകളിൽ ദൃഢതയുള്ളവനും പ്രലോഭനങ്ങൾക്ക് മേലെ സമർത്ഥനുമായിരുന്നു. വിശുദ്ധ ബേസിൽ ശക്തമായ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവനും ആ കാലഘട്ടത്തിലെ ജ്വലിക്കുന്ന ദീപവുമായിരുന്നു. പക്ഷേ ആ ദീപത്തിൽ നിന്നുമുള്ള അഗ്നി ലോകത്തിന് പ്രകാശവും ചൂടും നൽകിയതുപോലെ അത് സ്വയം ദഹിപ്പിക്കുകയും ചെയ്തു. സഭാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം അപാരമായ കഴിവും അത്യുത്സാഹവും കാണിച്ചിരുന്നു. മഹാനായ ഒരു ദൈവശാസ്ത്രജ്ഞൻ, ശക്തനായ സുവിശേഷകൻ, ദൈവിക ദാനമുള്ള എഴുത്തുകാരൻ എന്നീ നിരവധി പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പൗരസ്ത്യ ആരാധനക്രമത്തിൻ്റെ പേരിലും പ്രസിദ്ധനാണ് ഇദ്ദേഹം. AD 379 വിശുദ്ധൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. നമ്മുടെ മിത്രാന്മാരെയും വൈദികരെയും ദൈവ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.